നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള മിഷന്റെ ഹരിത കേരളം പദ്ധതിക്ക് ജില്ലയിൽ ആവേശകരമായ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. ജലസ്രോതസ്സുകൾ പാഴാകില്ല. കയ്യും മെയ്യും മറന്നും നാട്ടുകാർ ഒത്തുചേർന്നു. ശമ്പളവും പെൻഷനും മുടങ്ങുന്നു. KSRTC ജീവനക്കാർ കരിദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിത്ത് വിതരണവും കാർഷിക സെമിനാറും പെരിയയിൽ നടന്നു. അതിയാമ്പൂർ മക്കാത്തോടൻ തറവാട്ടിലെ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനം. വാർത്തകൾ വിശദമായി. ഹരിത കേരളം പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. നീലേശ്വരത്തിന്റെ ആവാസ വ്യവസ്ഥയെ ഉർവരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചരിത്രപ്രസിദ്ധമായ ഇവിടുത്തെ കോവിലകം ചിറ ഹരിത കേരളം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എന്ന നിലയിൽ ശുചീകരിച്ചത്. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, നാട് മാലിന്യമുക്തമാക്കുക, കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യങ്ങളുമായി സർക്കാർ ആവിഷ്കരിച്ചതാണ് ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. സാക്ഷരതാ യജ്ഞത്തിനും അപ്പുറത്ത് 3.25 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ഒന്നിച്ച് ഈ നാടിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, മണ്ണിനെ നന്നാക്കാൻ, വെള്ളത്തെ നന്നാക്കാൻ, പരിസ്ഥിതി സംരക്ഷിക്കാൻ, നമ്മുടെ കൃഷി സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് 3.5 കോടി ജനങ്ങൾക്കും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി തങ്ങളാലാവുന്നത് ചെയ്യാനുള്ള അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് ആ പദ്ധതികളെക്കാളൊക്കെയേറെ വിജയകരമായി ഇത് നടപ്പാക്കാൻ ഈ കേരളം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ കൈകോർത്ത് നിന്നുകൊണ്ട് ശ്രമിക്കും എന്ന ഉത്തമ വിശ്വാസമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ K ജീവൻ ബാബു പദ്ധതി അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഹരിത കേരളം ജില്ലാ മിഷൻ ചെയർമാനുമായ AGC ബഷീർ ഹരിത കേരള സന്ദേശം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AA ജലീൽ, കാർഷിക കോളേജ് അസോസിയേറ്റ് ഡീൻ M ഗോവിന്ദൻ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ K പ്രദീപ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ S സുരേഷ് കുമാർ എന്നിവരെ കൂടാതെ നഗരസഭാ കൌൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ P ഗൗരി നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കോവിലകം ചിറ ശുചീകരണ പ്രവൃത്തിയിൽ നൂറുകണക്കിന് ആളുകൾ ആവേശത്തോടെ പങ്കെടുത്തു. നവകേരള മിഷന്റെ ഭാഗമായുള്ള ഹരിത കേരളം പദ്ധതി ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുനിസിപ്പൽ വാർഡ് തല ഉദ്ഘാടനം 9ാം വാർഡിൽ നടന്നു. നവകേരള മിഷന്റെ ഭാഗമായുള്ള ഹരിത കേരളം ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുനിസിപ്പൽ വാർഡ് തല ഉദ്ഘാടനം 9ാം വാർഡിൽ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം പറ്റുമോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോരുത്തർ വെച്ച്, അതൊരു കൗൺസിലർ മാത്രം വിചാരിച്ച പോലെ, ഒരു വാർഡ് കൺവീനർ മാത്രം വിചാരിച്ച പോലെ, നമ്മൾ ഓരോരുത്തരും സന്ദേശവാസികളായ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം കൗൺസിലർ ഏർപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ വേസ്റ്റുകൾ എടുക്കാനും അത് കയറ്റി വിടാനും പ്ലാസ്റ്റിക് ശേഖരിക്കാനെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ വിശ്വസിക്കുന്നു പല വാർഡുകളിലും അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന് റീസൈക്കിൾ ചെയ്ത് വീണ്ടും സാധനങ്ങൾ ഉണ്ടാക്കി. വാർഡ് കൗൺസിലർ അജയകുമാർ നെല്ലിക്കാട് അധ്യക്ഷനായി. ശുചീകരണ പ്രവൃത്തിക്ക് കല്യാണം അമൃത വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും നേതൃത്വമേകി. വിനീത അശോക്, സുരേഷൻ, അനഘ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ ജനതയുടെ കാവൽ ഉയർന്നുവരണമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. നവകേരള മിഷന്റെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഉദയനഗറിൽ നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരള മിഷന്റെ ഭാഗമായുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ത്രിതല പഞ്ചായത്തുകളിൽ തുടക്കമായി.
പുല്ലൂർ പെരിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഉദയനഗർ റഹ്മാനിയ മസ്ജിദ് പരിസരത്ത് നടന്നു. എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ ജനതയുടെ കാവൽ ഉയർന്നുവരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക ഭരണകൂടങ്ങൾ അതിന് മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ കുട്ടികൾ സ്കൂൾ ബാഗിന് പകരം ഒരു ഓക്സിജൻ സിലിണ്ടർ എപ്പോഴും ശരീരത്തിന് മുന്നിൽ കെട്ടിത്തൂക്കി നടന്ന് ശ്വസിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ മാത്രമാണ്. ഒരു സംശയവും വേണ്ട. പ്രകൃതിയിലേക്ക് നമ്മൾ നിർബാധം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, അഴുക്കുകൾ, നമ്മുടെ ജലസ്രോതസ്സുകൾ, നമ്മുടെ 44 നദികളെന്ന് രാവിലെ കളക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞുകൂടാ. 44 നദികളെന്ന് നമ്മൾ പറഞ്ഞുകൂടാ. 44 അഴുക്ക് ചാലുകൾ, 44 ഓടകൾ. 1953 ഇടശ്ശേരി കുറ്റിപ്പുറം പാലത്തിൽ പറഞ്ഞില്ലേ അഴുക്ക് ചാലുകളായി മാറുമെന്ന്. അതേ കാലഘട്ടത്തിൽ കുഞ്ഞിരാമൻ നായർ പറഞ്ഞില്ലേ വന്നതങ്ങൾ നാടിൻ ചോര ഞരമ്പുകൾ. നമ്മുടെ രക്തക്കുഴലുകളിൽ ഒഴുകുന്ന രക്തം അശുദ്ധമായാൽ നമുക്ക് രോഗം വരുന്നത് പോലെ നമ്മുടെ നാടിന്റെ രക്തക്കുഴലുകളാണ് ഈ നദികളൊക്കെ തന്നെയും. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നാരായണൻ, വാർഡംഗം കെ ബിന്ദു, എ സന്തോഷ് കുമാർ, അനിൽ മാടിക്കാൽ, കൃഷി ഓഫീസർ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജനപങ്കാളിത്തത്തോടെ ഉദയനഗർ പള്ളം ശുചീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. പെരിയ പോളിടെക്നിക് കോളേജ്, ഉദയനഗർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ NSS വളണ്ടിയർമാരും കുടുംബശ്രീ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിത്ത് വിതരണവും കാർഷിക സെമിനാറും നടന്നു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് സെമിനാർ നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. വിത്ത് വിതരണവും നടന്നു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. സെമിനാർ സംവിധാനമൊക്കെ മുമ്പേ നമ്മൾ കഴിഞ്ഞതാണ്. സെമിനാറൊക്കെ നമ്മൾ മുമ്പേ നവകേരള മിഷനെ കുറിച്ചും അതുപോലെ ഹരിത കേരളത്തെ കുറിച്ചൊക്കെ സംവിധാനം മുൻകൂട്ടി നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഇന്നെല്ലാവരും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ സങ്കല്പം. ബ്ലോക്കിനും ജില്ലാ പഞ്ചായത്തിനും ഒരു പരിധിയുണ്ട് എന്നറിയാം. കാരണം നേരിട്ട് ബന്ധപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണല്ലോ. ആ ബ്ലോക്ക് ഇങ്ങനെയുള്ള പരിപാടി നടത്തി ആളുകളെ ഇതിലേക്ക് ആകർഷിച്ച് ഈ പദ്ധതി നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കാൻ വേണ്ട പ്രവൃത്തിയിൽ പങ്കെടുക്കണം. നവീന കൃഷിരീതികളെക്കുറിച്ച് സംസ്ഥാന കാർഷിക അവാർഡ് ജേതാവ് KBR കണ്ണൻ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി അധ്യക്ഷയായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് P ഇന്ദിര, കരുണാകരൻ കുന്നത്ത്, M കുഞ്ഞമ്പു, ഇന്ദിരാ ബാലൻ, സൈനബ, P ദാമോദരൻ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ CP ഗോവിന്ദൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ നവകേരള മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. മാണിക്കോത്ത് സ്കൂളിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണം നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവകേരള മിഷൻ പദ്ധതിയുടെ വാർഡ് തല സംഘാടക സമിതി രൂപീകരിച്ചു. 5ാം വാർഡിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മാണിക്കോത്ത് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അശോകൻ മാണിക്കോത്ത് അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ മധു ക്ലാസ് എടുത്തു. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും അടുത്ത രക്ഷിതാക്കൾ, മറ്റു അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് അല്പം അകലം പാലിക്കപ്പെടണം. എപ്പോഴും ഒരു അപരിചിതരോട് ഒരിക്കലും വളരെ പെട്ടെന്ന് അടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റം കുട്ടികളിൽ പെട്ടെന്നുണ്ടായിക്കൂടാ. കാരണം ഏറ്റവും വഴിതിരിച്ച് വിടാൻ പറ്റുന്ന ചെറിയ പ്രായം എന്ന് പറയുന്നത് പ്രലോഭനങ്ങളിലൂടെയും മറ്റ് വാഗ്ദാനങ്ങളിലൂടെയും മറ്റ് നാട്യങ്ങളിലൂടെയും ഒക്കെ വശംവദരാക്കി അവരുടെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ പണ്ടുപണ്ടേ ഉണ്ട്. കുട്ടികളെ വളരെ വേഗത്തിൽ കുട്ടികളെ വളച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഹോസ്ദുർഗ് SI ബിജു പ്രകാശ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു. KV മാധവൻ, രാമചന്ദ്രൻ, വാർഡ് മെമ്പർ P അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിക്കര പഞ്ചായത്തിലെ നവകേരള മിഷന്റെ ഭാഗമായി ഈലടക്കം പള്ളത്തിന് ശാപമോക്ഷം. കാടുമൂടിയ പള്ളം ജനപങ്കാളിത്തത്തോടെ ശുചീകരിച്ചു. നവകേരള മിഷന്റെ ഭാഗമായി പള്ളിക്കര പഞ്ചായത്തിലെ 9ാം വാർഡിലെ ഈലടുക്കം പള്ളത്തിന്റെ ശുചീകരണം നടന്നു. കാടുമൂടി ഉപയോഗശൂന്യമായ പള്ളത്തെ ശുചീകരിക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങി. ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ ഈലടുക്കം പള്ളം ശുചീകരിക്കാൻ കഴിഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. P മണിമോഹനൻ, O നാരായണൻ, K ബാലകൃഷ്ണൻ, K നാരായണൻ, AM അബൂബക്കർ, CDS അംഗം മീനാക്ഷി, ഉദയകുമാരി തുടങ്ങിയവർ നേതൃത്വമേകി. പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശവുമായി പെരിയ ഡിഗ്രേഷ്യസ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സന്ദേശവുമായി പെരിയ ഡിഗ്രേഷ്യസ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. സ്വന്തമായി നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി വിദ്യാർത്ഥികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി ബോധവൽക്കരണവും നടത്തി. മുഴുവൻ കടകളിലും പേപ്പർ ബാഗുകൾ വിതരണം ചെയ്തു.
അജാനൂർ പഞ്ചായത്തിലെ കാട്ടുകുളങ്ങരയിലെ പാലക്കാൽ തോടിന്റെ ശുചീകരണം തുടങ്ങി. നവകേരള മിഷന്റെ ഭാഗമായാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. അജാനൂർ പഞ്ചായത്തിലെ കാട്ടുകുളങ്ങരയിലെ പാലക്കാൽ തോട് ശുചീകരണം ജനപങ്കാളിത്തത്തോടെ നടന്നു. വാർഡംഗം ടി മാധവൻ മാസ്റ്റർ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ, CDS അംഗം സിന്ധു ബാബു, ദേവി രവീന്ദ്രൻ, മൂലക്കണ്ടം പ്രഭാകരൻ, കാർത്തിയായണി, നാരായണൻ മൂലക്കണ്ടം, വിജയൻ കാട്ടുകുളങ്ങര, നാരായണൻ കാട്ടുകുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള മിഷൻ പദ്ധതിയുടെ ഹരിത കേരളം ശുചിത്വ പരിപാടിയുടെ ഭാഗമായി 17ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അജാനൂർ പ്രൈമറി ഹെൽത്ത് സെന്റർ പരിസരം ശുചീകരിച്ചു. നവകേരള മിഷൻ പദ്ധതിയുടെ ഹരിത കേരളം ശുചിത്വ പരിപാടിയുടെ ഭാഗമായാണ് അജാനൂർ പ്രൈമറി ഹെൽത്ത് സെന്ററും പരിസരവും ശുചീകരിച്ചത്. അജാനൂർ പ്രൈമറി ഹെൽത്ത് സെന്റർ ഡോക്ടർ സജ്ന ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷീബ സതീശൻ, അബ്ദു ഹാജി, KM മുഹമ്മദ് കുഞ്ഞി, മധു, ഹെഡ്മാസ്റ്റർ ഷംസുദ്ദീൻ, വി മോഹനൻ, ശാന്ത, ശൈലജ, നിഷ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. PHC പ്രവർത്തകരും ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ കുട്ടികളും അധ്യാപകരും തൊഴിലുറപ്പ് പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി അജാനൂർ പഞ്ചായത്തിലെ കുമ്മണാർ കളരി കാവുങ്കാൽ കുളം ശുചീകരിച്ചു. ജനപങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഹരിത കേരളം പദ്ധതിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അജാനൂർ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ 13ാം വാർഡിലെ തുളിശ്ശേരിയിൽ കുമ്മണാർക്കളരി കാവുങ്കാൽ കുളം ശുചീകരിച്ചു. അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 8 എന്ന് പറയുന്നത് ഹരിത കേരളം പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെമ്പാടും നമ്മുടെ പ്രദേശങ്ങളിലുള്ള വാർഡുകളിലുള്ള ജലാശയങ്ങൾ വൃത്തിയാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജല ഉറവിടങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ നമ്മുടെ തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ വാർഡിനകത്ത് തുളിശ്ശേരി കുമ്മണാർ കളരി കാവുങ്കാൽ ഈ കുളം ഇത് നവീകരിക്കാനും ഇത് വൃത്തിയാക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. MV രത്ന അധ്യക്ഷയായി. M സുനിൽകുമാർ, KP ബാലൻ, B സരസ, ഗോപി പതിക്കാൽ തുടങ്ങിയവർ നേതൃത്വമേകി. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകിയില്ലെന്നാരോപിച്ച് ജീവനക്കാർ കരിദിനവും ധർണാസമരവും നടത്തി. INTC-യുടെ നേതൃത്വത്തിൽ KSRTC ഡിപ്പോയിൽ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷനും നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ കരിദിനവും ധർണാസമരവും നടത്തി. ധർണാസമരം INTUC ജില്ലാ ട്രഷറർ KN ശശി ഉദ്ഘാടനം ചെയ്തു. TDF പ്രസിഡന്റ് V ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MV വിജയൻ, PV ഉദയകുമാർ, വേണുഗോപാലൻ, ശരത് കുമാർ, ജഗദീഷ്, C വിനോദ്, പുരുഷോത്തമൻ, രാമചന്ദ്രൻ, K കുഞ്ഞമ്പു, PK ഷംസുദ്ദീൻ, നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പരവനടുക്കം യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മംഗലാപുരം ഫാദർ മുല്ലേഴ്സ് മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ 11 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പരവനടുക്കം ഗവൺമെന്റ് LP സ്കൂൾ ചെമ്മനാട് വെച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പരവനടുക്കം യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും മംഗലാപുരം ഫാദർ മുല്ലേഴ്സ് മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുപോലുള്ള ഒരു സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഫാദർ മുല്ലേഴ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലും കൂടി സംയുക്തമായി ചെയ്യുന്ന ഒരു ഇതാണ്. യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ നടത്തുന്നത്. ക്ലബിന് ഈ സാംസ്കാരിക സ്പോർട്സ് രംഗത്ത് ഏകദേശം 2.5 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. ഒരുപാട് സേവനങ്ങൾ ഒരുപാട് ഇതൊക്കെ നടത്തിയുള്ളത്. ക്യാമ്പിൽ നേത്രരോഗ വിഭാഗം, ഡെർമറ്റോളജി, ഗൈനക്കോളജി, ENT തുടങ്ങി 8 വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും. ക്യാമ്പിൽ സൗജന്യ ഫാർമസിയും കൂടാതെ ചികിത്സാ ഇളവിനുള്ള ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ CL ഹമീദ്, NA ബദറുൽ മുനീർ, CM മുഹമ്മദ് ഹാഷിം, MA മനാസ്, CMS ഖലീലുല്ല, KM മുജീബ്, ഷഫീഖ് നസ്രുല്ല തുടങ്ങിയവർ പങ്കെടുത്തു. അടിയാമ്പൂർ മക്കാക്കോടൻ തറവാട്ടിലെ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അടിയാമ്പൂർ മക്കാക്കോടൻ തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി മൂവാളം കുഴിച്ചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി, പൊട്ടൻ തെയ്യം എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി.
ആളുകൾ മഹോത്സവത്തിന് സാക്ഷിയാവാനെത്തി. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള മിഷന്റെ ഹരിത കേരളം പദ്ധതിക്ക് ജില്ലയിൽ ആവേശകരമായ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. ജലസ്രോതസ്സുകൾ പാഴാകില്ല. കയ്യും മെയ്യും മറന്നും നാട്ടുകാർ ഒത്തുചേർന്നു. ശമ്പളവും പെൻഷനും മുടങ്ങുന്നു. KSRTC ജീവനക്കാർ കരിദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിത്തുവിതരണവും കാർഷിക സെമിനാറും പെരിയയിൽ നടന്നു. അതിയാമ്പൂർ മക്കാത്തോടൻ തറവാട്ടിലെ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.